ഹായ് ഓൾ. നമ്മളെ എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ എന്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നു, ഇതിൻ്റെ അടിസ്ഥാന കണങ്ങൾ എന്താണ്, അടിസ്ഥാന ഫലങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും AKS ടെക് ഇൻഫോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ മനുഷ്യനെടുക്കുകയാണ്. മനുഷ്യനെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് പോവുകയാണ്. നമ്മൾ ചെറിയ പീസാക്കിയിട്ട് മാറ്റി തന്മാത്രകളിലെത്തി. ഈ തന്മാത്രകളിൽ നിന്ന് നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഫൈനലി നമ്മൾ ആറ്റത്തിലെത്തും. ഒരു കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നത്, ശാസ്ത്ര സമൂഹം വിശ്വസിച്ചിരുന്നത്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാന കണങ്ങൾ ആറ്റം ആയിരുന്നു എന്നാണ്. എന്നാൽ വീണ്ടും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ശേഷം മനസ്സിലായി ആറ്റത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റു ചില കണങ്ങൾ കൊണ്ടാണ്. ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു മാറ്റർ പാർട്ടിക്കിൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് എന്നാണ് ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത്. പിന്നീട് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്കറിയാവുന്നത്, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള അടിസ്ഥാന കണങ്ങൾ കൊണ്ടാണ്. ഈ അടിസ്ഥാന കണങ്ങളെ നമ്മൾ മാറ്റർ പാർട്ടിക്കിൾ എന്നും ഫോഴ്സ് പാർട്ടിക്കിൾ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പദാർത്ഥ കണങ്ങളും ഫലകണങ്ങളും. അതായത് നമ്മൾ കാണുന്ന ഇന്നത്തെ എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിരിക്കുന്നത് ചില പദാർത്ഥ കണങ്ങൾ കൊണ്ടും ചില ഫലകണങ്ങൾ കൊണ്ടുമാണ്. അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ഈ ഫോഴ്സിനൊക്കെ ആധാരം എന്താണ്? ചില കണങ്ങളുടെ എക്സ്ചേഞ്ച് ആണ്. നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇതിനെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു മോഡലുണ്ട്. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ എന്നാണ് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിദ്ധാന്തമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള കണങ്ങളാണുള്ളത്, ഫെർമിയോൺസ് ആൻഡ് ബോസോൺസ്. ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യ കണങ്ങളാണ്. ബോസോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലകണങ്ങളാണ്. ഇനി നമുക്ക് ഈ ഫെർമിയോൺസ് എന്താണ്, ബോസോൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫെർമിയോൺസിനെ രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കളർ ചാർജ്, ഇങ്ങനെ പല ക്യാരക്ടറിസ്റ്റിക്സും വെച്ചിട്ടാണ് ഈ ഫെർമിയോൺസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫെർമിയോൺസിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ലെപ്റ്റോൺസ് ആൻഡ് ക്വാർക്സ്. ഈ പേരുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസിന് ചെയ്യാൻ പോകുന്നു. അതിനകത്തൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ഫെർമിയോൺസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലെപ്റ്റോൺസ് എന്നും ക്വാർക്കുകൾ എന്നും. ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റുന്ന അടിസ്ഥാന കണങ്ങളാണ് ലെപ്റ്റോൺസ്. നമ്മുടെ ലെപ്റ്റോൺസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മൾ കാണുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. ഇലക്ട്രോൺസ് ഒരു സ്വതന്ത്ര കണമാണ്, മറ്റൊന്നിനാലുമല്ല ഇലക്ട്രോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂൺ ഉണ്ട്, ടൗ ഉണ്ട്. ഇലക്ട്രോൺസ്, മ്യൂൺ ആൻഡ് ടൗ. ഇതിൻ്റെയൊക്കെ കൂടെ ഇലക്ട്രോൺസിനെ കൂടെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റൊരു പദാർത്ഥമാണ് ഇലക്ട്രോ ന്യൂട്രിനോ. മ്യൂണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റൊരു പദാർത്ഥമാണ് മ്യോ ന്യൂട്രിനോ. ടൗയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റൊരു പദാർത്ഥമാണ് ടൗ ന്യൂട്രിനോ. ഇങ്ങനെ 6 ലെപ്റ്റോൺസ് ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി സ്വതന്ത്രമായി നിലനിൽപ്പില്ലാത്ത കണങ്ങളെയാണ് നമ്മൾ ക്വാർക്കുകൾ എന്ന് പറയുന്നത്. ഈ ക്വാർക്കുകളെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് 6 തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പേര് കൊടുത്തിരിക്കുന്നത് അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്, ടോപ്പ് ക്വാർക്ക്, ബോട്ടം ക്വാർക്ക്, അതുപോലെ തന്നെ ചാം ക്വാർക്ക് ആൻഡ് സ്ട്രേഞ്ച് ക്വാർക്ക്. ഈ ക്വാർക്കുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ടാകുന്നത്. 2 അപ്പ് ക്വാർക്കുകളും ഒരു ഡൗൺ ക്വാർക്കും ചേർന്നിട്ടാണ് പ്രോട്ടോൺ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 2 ഡൗൺ ക്വാർക്കും ഒരു അപ്പ് ക്വാർക്കും ചേർന്നിട്ടാണ് ന്യൂട്രോൺ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രപഞ്ചം ഉണ്ടായി വരുന്ന സമയത്ത് എനർജിയിൽ നിന്നും ആദ്യം ഉണ്ടായ പാർട്ടിക്കിൾസാണ് ലെപ്റ്റോൺസുകൾ, ക്വാർക്കുകൾ. ഈ ക്വാർക്കുകൾ ചേർന്നിട്ടാണ് പിന്നെ എന്തായി മാറിയത്? ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ടായത്. അതിന് ചുറ്റും ഒരു ലെപ്റ്റോൺ കറങ്ങി തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ആദ്യത്തെ ആറ്റമായ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായത്. ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ കഥകളിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇനി നമുക്ക് ബോസോൺസിനെ കുറിച്ച് നോക്കാം. ബോസോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിലെ ഫലത്തിനാധാരമായ കണങ്ങളാണ് ഈ ബോസോണുകൾ. ഇതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഗേജ് ബോസോൺസും സ്കാലാർ ബോസോൺസും. ഇതൊക്കെ ഇതിൻ്റെ സ്പിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ്. ഇതിനെ ഗേജ് ബോസോൺസിന് സ്പിന്ന് 1 ആണ്, സ്കാലാർ ബോസോൺസിന് സ്പിന്ന് 0 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫെർമിയോൺസും അതുപോലെ തന്നെ ക്വാർക്കുകളൊക്കെ സ്പിന്ന് ഹാഫ് ഉള്ളവയാണ്. ഈ ഗേജ് ബോസോൺസിനെ നമ്മൾ
മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോൺസ്, അതുപോലെ തന്നെ W and Z ബോസോൺസ്, പിന്നെ 8 ടൈപ്പ് ഓഫ് ഗ്ലൂവോൺസ് ഉണ്ട്. ഇതാണ് പ്രധാനമായും നമ്മുടെ ഫലത്തിന് ആധാരം. നമ്മളൊരു മേശയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബലം നമ്മൾ വേറെ പലതായിട്ട് കാണുമെങ്കിലും ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണങ്ങൾ ബോസോൺസിൻ്റെ എക്സ്ചേഞ്ച് കൊണ്ടാണ്. ഇനി ഏതാണ് ഈ 4 ഫലങ്ങൾ എന്നറിയണ്ടേ? പ്രപഞ്ചം ഉണ്ടായ സമയത്ത് ഈ ഫോഴ്സുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ ഫോഴ്സ് ആയിരുന്നു. അതിനെ നമ്മൾ യൂണിഫൈഡ് ഫോഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനെ 4ആയിട്ട് പ്രപഞ്ചം ഉണ്ടായി. കുറച്ച് പ്ലാങ്ക് എറ എന്ന് പറയുന്ന ആ എറ കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ ഇത് 4ഉം സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ, വീക്ക് ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ. ഈ 2 ഫോഴ്സുകളും ന്യൂക്ലിയസിൻ്റെ ലെവലിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. പിന്നെ നമുക്ക് സുപരിചിതമായിരിക്കുന്ന 2 ഫോഴ്സുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമുക്ക് ഇതുവരെ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഭാഗമാക്കാൻ പറ്റിയിട്ടില്ല. അതിനുള്ള നിരീക്ഷണങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും കൂടെ ഈ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഭാഗമാക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് ഒരു യൂണിഫൈഡ് തിയറി ഈ പ്രപഞ്ചത്തിനെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.